ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ക്ലാസ് 1 മലയാളത്തിലെ 5ാമത്തെ പാഠഭാഗം മണ്ണിലും മരത്തിലുമാണ് പഠിക്കാൻ പോകുന്നത്. നിങ്ങൾ ചിത്രത്തിലോട്ടൊന്ന് നോക്കിയേ. അവിടെ ഒരു മരത്തിൻ്റെ ചില്ലയിലായിട്ടൊരു കൂടുണ്ടല്ലേ, അതിലൊരു കുഞ്ഞു കിളിയുമുണ്ട്. വേറൊരു മരത്തിൻ്റെ ചില്ലയിലായിട്ട് ഒരു അണ്ണാനും ഉണ്ടല്ലേ. എന്താണെന്ന് നോക്കാം. നമ്മുടെ കുഞ്ഞു കിളിയുടെ അമ്മ തീറ്റ തേടി പോയിരിക്കുകയാണ്. ആ സമയത്ത് കുഞ്ഞിക്കിളി ഉറങ്ങുകയായിരുന്നു കൂട്ടിൽ. പക്ഷേ കുഞ്ഞിക്കിളി കണ്ണു തുറന്നു നോക്കിയപ്പോൾ അമ്മയെ കാണാനില്ല. കുഞ്ഞിക്കിളിക്ക് സങ്കടമായി. നമുക്ക് വായിച്ചാലോ? അമ്മ കിളി പറന്നുപോയി, കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. കുഞ്ഞിക്കിളി കണ്ണു തുറന്നു, ചുറ്റും നോക്കി, അമ്മക്കിളിയെ കാണാനില്ല. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. കുഞ്ഞിക്കിളി എന്ത് ചെയ്യാൻ തുടങ്ങി മക്കളെ? കരയാൻ തുടങ്ങി. എന്തുകൊണ്ടാ? അമ്മക്കിളി പറന്നുപോയി, തീറ്റ തേടിപ്പോയത് കുഞ്ഞിക്കിളി അറിഞ്ഞില്ല. കുഞ്ഞിക്കിളി കൂട്ടിൽ തനിച്ചായി. അപ്പോൾ ഉറങ്ങി എഴുന്നേറ്റ് നോക്കിയപ്പോൾ അമ്മയെ കാണാനില്ല. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് സങ്കടം വന്നു അല്ലേ. അപ്പോൾ കുഞ്ഞിക്കിളി കരയുന്നത് കണ്ടുകൊണ്ട് അപ്പുറത്തെ മരത്തിൻ്റെ ചില്ലയിൽ ഒരു അണ്ണാനിരിപ്പുണ്ടേ. കുഞ്ഞിക്കിളി പറയുവാണേ, അമ്മേ മഴ പെയ്യുന്നേ, എനിക്ക് പേടിയാവുന്നേ, വേഗം വാ. അമ്മേ മഴ പെയ്യുന്നു, എനിക്ക് പേടിയാവുന്നു, പെട്ടെന്ന് വാ അമ്മേന്ന് കുഞ്ഞിക്കിളി പറയുക. ഇത് കേട്ട അണ്ണാൻ പറയുവാണ്, എന്താ ഈ ചില്ലയിലേക്ക് പോരൂ, ഞാൻ കൂടെ കൂട്ടാം അല്ലേ. നീ ഈ ചില്ലയിലേക്ക് പോന്നോളൂ, എൻ്റെ കൂടെ ഇരിക്കാം എന്ന്. നോക്കിയേ അടുത്ത പേജ്. ഡും ഡും ഡും, ഇടി വെട്ടി, കാറ്റ് വീശി, പെരുമഴ. കുഞ്ഞിക്കിളി കരയാൻ തുടങ്ങി. ഇടി വന്നു, ഇടിവെട്ടി, കാറ്റും വീശി, മഴ പെയ്യാൻ തുടങ്ങി. കുഞ്ഞിക്കിളിയോ കരയാനും തുടങ്ങി. വിഷമമായല്ലേ. അത് കണ്ട പൊത്തിലിരുന്ന നമ്മുടെ തത്തമ്മ പറയുവാണേ, കുഞ്ഞിക്കിളി വായോ വായോ, ഈ പൊത്തിലേക്ക് വായോ. കുഞ്ഞിക്കിളി നീ ഈ പൊത്തിലേക്ക് വായോ എന്ന് ആര് പറയുക? തത്തമ്മ പറയുക. കുഞ്ഞിക്കിളി തത്തമ്മയുടെ അടുത്ത് പോകൂ മക്കളെ. കുഞ്ഞിക്കിളി ആകെ പേടിച്ചിരിക്കുവാണല്ലേ, അമ്മയെ കാണാനില്ല, കാറ്റ് വീശുന്നു, മഴ പെയ്യുന്നു, ഇടിയും വെട്ടുന്നു. അപ്പോൾ കുഞ്ഞിക്കിളിക്ക് പേടിച്ചിരിക്കുവാണേ. നോക്കിയേ, വലിയ കാറ്റ് വീശി, മഴയും പെയ്യുന്നത് കണ്ടോ. അപ്പോഴെന്ത് പറ്റി? മരത്തിൻ്റെ ചില്ലയിലിരുന്ന അണ്ണാൻ കുഞ്ഞിക്കിളിയുടെ കൂട്ടിലേക്ക് വന്ന് വീണു. ഒപ്പം കുഞ്ഞിക്കിളിയും വീണു. അപ്പോൾ അണ്ണാനും കുഞ്ഞിക്കിളിയും കൂടുമായി താഴേക്ക് വീഴുന്നത് മക്കൾ കണ്ടോ? നോക്കിയേ ചിത്രത്തിൽ. കുഞ്ഞിക്കിളി താഴേക്ക് വീഴുന്നു, അണ്ണാനും താഴേക്ക് വീഴുന്നു, കൂടും താഴേക്ക് വീഴുന്നല്ലേ. അടുത്ത പേജ് നോക്കിയാലോ? നോക്കിയേ, അണ്ണാൻ ചില്ലയിലേക്ക് എടുത്തു ചാടി, ചില്ല ഇളകി, കൂടിളകി, കൂട് താഴേക്ക് വീണു, കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു അല്ലേ. അണ്ണാൻ എന്ത് ചെയ്തു മക്കളെ? ചില്ലയിലേക്ക് എടുത്തു ചാടി. ആരുടെ? നമ്മുടെ കുഞ്ഞിക്കിളി ഇരുന്ന ചില്ലയിലേക്ക് എടുത്തു ചാടി. ചില്ല ഇളകി, കൂടുമിളകി, എന്ത് ചെയ്തു? കൂട് താഴേക്ക് വീണു, കുഞ്ഞിക്കിളിയും താഴേക്ക് വീണു. ഇതൊക്കെ കണ്ടുകൊണ്ട് അവിടെ ഒരാൾ നിപ്പുണ്ട്. ആരാണെന്നറിയോ? നമ്മുടെ തത്തമ്മ അല്ലേ. നോക്കിയേ മക്കളെ അടുത്ത പേജ്. നോക്കിയേ, നമ്മുടെ അമ്മക്കിളി വരുവാണേ. അമ്മക്കിളി വന്നപ്പോൾ കുഞ്ഞിക്കിളിയെ കാണാനില്ല, കൂടും കാണാനില്ല. അമ്മക്കിളിക്ക് വിഷമമായി. അമ്മക്കിളി വിളിക്കാൻ തുടങ്ങി, കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളി. അമ്മക്കിളി വിളിച്ചു. എന്ത് വിളിച്ചു? കുഞ്ഞിക്കിളി കുഞ്ഞിക്കിളീന്ന് വിളിച്ചു അല്ലേ. കുഞ്ഞിക്കിളി കേട്ടോ? നോക്കിയേ, അപ്പോൾ താഴെയായിട്ടൊരു അണ്ണാൻ നിന്ന് അമ്മക്കിളിയെ നോക്കുന്നുണ്ട്. അമ്മക്കിളി വിളിക്കുന്നത് നിന്ന് നോക്കുന്നുണ്ട് അണ്ണാൻ. നമുക്ക് നോക്കിയാലോ അടുത്ത പേജ്. പൂരിപ്പിക്കാമോ? കുഞ്ഞിച്ചിറകുകൾ വീശി വീശി. ആരാ കുഞ്ഞിച്ചിറകുകൾ വീശി വീശി വരുന്നത്? നോക്കിയേ, കുഞ്ഞിക്കിളിയാണല്ലേ. എങ്ങനെയാ വരുന്നത്? പറന്നാണല്ലേ. കുഞ്ഞിച്ചിറകുകൾ വീശി വീശി കുഞ്ഞിക്കിളി പറന്ന് വരുന്നു. നല്ല ഭംഗിയുണ്ടല്ലേ കുഞ്ഞിക്കിളിയെ കാണാൻ പറന്നു വരുന്നത്. അടുത്ത പേജ് നോക്കാം. കൂടുകൾ. കൊത്തി കൊത്തി മരത്തിനുള്ളിൽ മുറി പണിയുന്നു മരംകൊത്തി. എങ്ങനെയാ മക്കളെ മുറി പണിയുന്നത്? മരത്തിൽ പൊത്തുണ്ടാക്കി കൊത്തി 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 മുറി ഉണ്ടാക്കും അല്ലേ. മരത്തിൽ ആരൊക്കെയാ ഉള്ളത്? തേനീച്ചയുടെ കൂടുണ്ട്, ഉറുമ്പിൻ്റെ കൂടുണ്ട്, പിന്നെ മരംകൊത്തി പൊത്തുണ്ടാക്കുന്നുണ്ട്. മരത്തിനടിയിലായിട്ടും കുറേ ആൾക്കാർ താമസിക്കുന്നുണ്ടല്ലേ മക്കളെ. ആരൊക്കെയാ? പാമ്പ്, എലി, മുയൽ, മണ്ണിര ഒക്കെ ഉണ്ട്. അപ്പോൾ മണ്ണിനടിയിൽ താമസിക്കുന്നവരാരൊക്കെയാണ് മക്കളെ? മുയൽ, പാമ്പ്, മണ്ണിര, എലി, ഉറുമ്പ് എന്നിവർ മരത്തിനടിയിലാണ് താമസിക്കുന്നത് അല്ലേ. മണ്ണിനടിയിൽ താമസിക്കുന്നുണ്ട് അല്ലേ. മണ്ണിനടിയിൽ മാളം ഉണ്ടാക്കുന്നവരാണ് ഇവരെല്ലാം. ആരൊക്കെയാ? മുയൽ, പാമ്പ്, മണ്ണിര, എലി, ഉറുമ്പ് എല്ലാം മരത്തിനടിയിൽ, നമ്മുടെ മണ്ണിനടിയിൽ ഉണ്ട്.
നോക്കിയേ, മണ്ണ് തുരന്ന് മാളം പണിയും എലിയും മുയലും ഉറുമ്പുകളും. മണ്ണ് തുരന്ന് മാളം പണിയുന്നത് ആരൊക്കെയാണ്? എലി, മുയൽ, ഉറുമ്പ് അല്ലേ? മണ്ണ് തുരന്ന് മാളം പണിയും എലിയും മുയലും ഉറുമ്പുകളും. ആ മണ്ണ് തുരന്ന് മാളം പണിയുന്നവരാണ് എലി, മുയൽ, ഉറുമ്പുകൾ. അപ്പോൾ ഇവരെ എല്ലാവരെയും പേര് നിങ്ങൾ പഠിക്കണേ മക്കളെ. ഓക്കെ, അടുത്ത പേജ് നോക്കിയാലോ. കൂടുണ്ടാക്കാൻ എന്തൊക്കെ വേണം? അടിവര ഇടുക. അപ്പോൾ കൂടുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങൾ വേണമെന്ന് അടിവര ഇടണം നമ്മൾ. ആദ്യം നോക്കിയേ, ഇലയും നാരും പുല്ലും കമ്പും ചേലിൽ ചേർത്തു വിരിക്കുന്നു. വണ്ണാത്തിക്കിളി വായാടിക്കിളി പൊത്തിൽ മെത്തയൊരുക്കുന്നു. അപ്പോൾ വണ്ണാത്തിക്കിളി എങ്ങനെയാണ് പൊത്തിൽ മെത്തയൊരുക്കുന്നത്, കൂടുണ്ടാക്കുന്നത്? ഇലയും നാരും പുല്ലും കമ്പും ചേർത്ത് വണ്ണാത്തിക്കിളി കൂടുണ്ടാക്കുന്നു. മനസ്സിലായോ? അടുത്ത് നോക്കിക്കേ, രണ്ടാമത്, തുന്നാരൻ കിളി തുന്നിക്കൂട്ടിയ കൂടുകൾ കണ്ടിട്ടുണ്ടോ? ഇലകൾ തമ്മിൽ തുന്നിക്കൂട്ടാൻ നാരുകളല്ലോ നൂല്. തുന്നാരൻ കിളി എങ്ങനെയാ മക്കളെ കൂടുണ്ടാക്കുന്നത്? ഇലകൾ തമ്മിൽ നാര് വെച്ച് തുന്നിക്കൂട്ടിയാണ് കൂടുണ്ടാക്കുന്നത് അല്ലേ? അപ്പോൾ അടിവരെ ഇട്ടല്ലോ, ഇല, നാര്. അടുത്തത് നോക്കിയേ, നാരും വേരും കരിയിലയും ഏത് കിളിക്കൂടറിയാമോ? തേൻ നുകരുന്നൊരു കിളിയാണ്. തേൻകിളിയുടെ ചെറുകൂടാണ്. അപ്പോൾ നാരും വേരും കരിയിലയും വെച്ച് ആരാണ് കിളിക്കൂടുണ്ടാക്കുന്നത്? തേൻ നുകരുന്ന കിളിയാണ്. ഏത് കിളിയാണത്? തേൻകിളി. അപ്പോൾ തേൻകിളിക്ക് എന്തൊക്കെയാണ് വേണ്ടത്? നാര്, വേര്, കരിയില. കൂടുണ്ടാക്കാൻ വേണ്ടത് നാര്, വേര്, കരിയില. അപ്പോൾ ഇത് മൂന്നും നിങ്ങൾ പഠിക്കണം മക്കളെ. ആരൊക്കെ? വണ്ണാത്തിക്കിളിക്ക് കൂടുണ്ടാക്കാൻ ഇല, നാര്, പുല്ല്. തുന്നാരൻ കിളിക്ക് ഇല, നാര്. അതുപോലെ തേൻകിളിക്ക് എന്താണ്? നാരും വേരും കരിയിലയും. നെല്ലോലകളും തെങ്ങോലകളും ചിന്തിയെടുത്തു മെടഞ്ഞല്ലോ കുരുവികൾ കൂടുണ്ടാക്കുന്നു. ആ നെല്ലോലയും തെങ്ങോലയും ചിന്തിയെടുത്ത് ആരാണ് കൂടുണ്ടാക്കുന്നത്? കുരുവികളാണ് കൂടുണ്ടാക്കുന്നത്. നെല്ലോല, തെങ്ങോല ഇവ ചിന്തിയെടുത്ത് ആര് കൂടുണ്ടാക്കുന്നു? കുരുവികൾ കൂടുണ്ടാക്കുന്നു. വരച്ചല്ലോ നെല്ലോല, തെങ്ങോല. അപ്പോൾ ഈ ചാപ്റ്റർ ഇത്രയേ ഉള്ളൂ മക്കളെ. ഇതിൽ ഏത് പക്ഷികൾ എങ്ങനെ എന്തുപയോഗിച്ച് കൂടുണ്ടാക്കുന്നു എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം. അവ എഴുതാനും പഠിക്കണം. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും മടിക്കരുത്. ഓക്കെ, അതുപോലെ നമ്മുടെ 1ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്ററായ പിറന്നാൾ സമ്മാനം ക്ലാസ് ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ ബാക്ക് ടു ഗ്രീനും 3ാമത്തെ ചാപ്റ്ററായ മ്യാവും ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ട്. അതും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇംഗ്ലീഷിലെ ആക്ടിവിറ്റി ബുക്കും നമ്മൾ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മലയാളത്തിലെ ആക്ടിവിറ്റി ബുക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. എങ്കിൽ ശരി, അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.